സോ ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പം നമുക്ക് കുറച്ച് കാര്യങ്ങളോട് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ചാപ്റ്ററിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അവസാനിപ്പിച്ച് നമുക്ക് കൈനമാറ്റിക്സിൻ്റെ ഇക്വേഷൻസിലേക്ക് പോകാം. അപ്പം വളരെ കുറഞ്ഞ കാര്യങ്ങളും കൂടിയേ ഉള്ളൂ, നമുക്കതൊന്ന് നോക്കിയേക്കാം എന്തൊക്കെയാണെന്നുള്ളത്. അത് ഒന്നാമത്തെ കാര്യം ഇതാണ്. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് പലപ്പോഴായിട്ട് പല കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്ററിൽ പറയുമ്പം അവർ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഒരു പ്രയോഗമാണ് യൂണിഫോം മോഷൻ. ഓക്കെ, ഇപ്പൊ യൂണിഫോമിന്റെ അർത്ഥമൊക്കെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടല്ലോ അല്ലേ? അപ്പം ഈ യൂണിഫോം മോഷൻ എന്ന് പറയുമ്പോൾ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മോട് ചോദിക്കുകയാണ് വാട്ട് ഈസ് മീൻ ബൈ യൂണിഫോം മോഷൻ എന്നൊരു ചോദ്യം ചോദിച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഉത്തരം ഇത്രയേ ഉള്ളൂ. വെൻ എ ബോഡി ഈസ് മൂവിങ് വിത്ത് യൂണിഫോം വെലോസിറ്റി then that motion is called uniform motion. In uniform motion, average velocity is equal to instantaneous velocity. കാരണം എന്ന് വെച്ചാൽ ഇവിടെ നമുക്കിപ്പം ഈ ബോഡിയുടെ മോഷൻ പറയുന്ന സമയത്ത് യൂണിഫോം വെലോസിറ്റി എന്ന് ഇവിടെ പ്രത്യേകം പറയുന്നുണ്ട്. യൂണിഫോം വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ബോഡിയുടെ വെലോസിറ്റി ആദ്യം മുതൽ അവസാനം വരെ ഒരേപോലെ ഇരിക്കുകയാണെങ്കിൽ എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അങ്ങനെയാണെങ്കിൽ ആ ഒരു കൺസെപ്റ്റിനകത്ത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും, ആക്സലറേഷൻ എന്ന് പറയുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റി എത്രയായിരിക്കും? അവിടെ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ആക്സലറേഷൻ 0 ആകുന്ന മോഷൻസ് ആണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കേണ്ടത്? യൂണിഫോം മോഷൻ ആയിട്ട് കണക്കാക്കേണ്ടത്. ഇത് നിങ്ങളുടെ ഭാവിയിലുള്ള മറ്റു ചില ക്വസ്റ്റ്യനുകളൊക്കെ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു സ്ട്രാറ്റജിയാണ് ഈ ആക്സലറേഷൻ 0 ആകുന്ന ഒരു കേസ്. ഓക്കെ, അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കണം, ആവറേജ് വെലോസിറ്റി ഇസ് ഈക്വൽ ടു ഇൻസ്റ്റന്റാനിയസ് വെലോസിറ്റി കേട്ടോ. കാരണം ആവറേജ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടോട്ടൽ ടൈം ആണ്. ഇൻസ്റ്റന്റാനിയസ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ ഡിവൈഡഡ് ബൈ റേറ്റ് ഓഫ് എന്താണ്? ആ ഒരു കൺസെപ്റ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ രണ്ടും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ഇനി ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇഫ് എ ബോഡി ഈസ് ഇൻ യൂണിഫോം വെലോസിറ്റി, uniform motion along a straight line, if a body is uniform velocity, its direction and magnitude does not change. അങ്ങനെ നമ്മൾ എന്താണ് കണ്ടീഷൻസ് ആണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, if a body is in uniform velocity, its acceleration will be 0 എന്നുള്ളതും, അതുപോലെ തന്നെ if a body is in uniform velocity, its direction and magnitude does not change എന്നുള്ളതും ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. ഇനി അതിന്റെ പാത്ത് എന്താണ്? സ്ട്രെയിറ്റ് ലൈറ്റ് ആണ്. അവിടുത്തെ ഡിസ്റ്റൻസ് എന്തിന് ഈക്വൽ ആയിരിക്കും? ഡിസ്പ്ലേസ്മെന്റ് ഈക്വൽ ആയിരിക്കും. ആവറേജ് വെലോസിറ്റി ഇൻസ്റ്റന്റ് സ്പീഡ് സെയിം ആയിരിക്കും. ആവറേജ് സ്പീഡും മാഗ്നിറ്റ്യൂഡ് ഓഫ് ആവറേജ് വെലോസിറ്റിയും എന്തായിരിക്കും? സെയിം ആയിരിക്കും. ആക്സലറേഷൻ 0 ആയിരിക്കും. ഫോഴ്സ് 0 ആയിരിക്കും. ഡിസ്പ്ലേസ്മെന്റ് പ്രൊപ്പോർഷണൽ ടു ടൈം ആയിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള കുറച്ച് പോയിന്റുകളാണ്. അപ്പൊ ഈ പോയിന്റുകളൊക്കെ നമ്മൾ പലപ്പോഴായിട്ട് ഫിസിക്സിലുള്ള പല പല ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ നേരത്തൊക്കെ നമുക്ക് ആവശ്യം വരുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് യൂണിഫോം മോഷൻ എന്താണ് എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾ ബോർഡ് പരീക്ഷയ്ക്ക് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബാക്കിയുള്ള പോയിന്റുകളൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പോയിന്റുകൾ മാത്രം പറഞ്ഞാൽ മാത്രം മതി, കൂടുതലൊന്നും വേണ്ട. കാരണം ഇതൊക്കെ നമ്മൾ കുറച്ചുകൂടി എക്സ്റ്റെൻഡഡ് കേസുകളാണ്, അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. അപ്പൊ ഈ ഒരു കാര്യം വ്യക്തമായിട്ട് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, അപ്പൊ നമുക്കതിന്റെ അടുത്തതിലേക്ക് നോക്കാം. നോൺ യൂണിഫോം മോഷൻ. അപ്പൊ യൂണിഫോം മോഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം പറയാൻ പറ്റുന്ന ഒരാൾക്ക് അതിന്റെ കൂടെ ഒരു നോൺ യൂണിഫോം എന്നൊരു കേസാക്കി മാറ്റി കഴിഞ്ഞാൽ പ്രശ്നം തീർന്നു. കാരണം the velocity of a body changes with the time, then the motion is called non-uniform. അപ്പൊ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇവിടുത്തെ ആക്സലറേഷൻ നോട്ട് ഈക്വൽ ടു 0. മനസ്സിലായല്ലോ? അങ്ങനെയാണെങ്കിൽ നോൺ യൂണിഫോം കേസിൽ ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം. നമുക്ക് കുറച്ചുകൂടി സിമ്പിൾ ആക്കിയിട്ട് എഴുതാം, ഡെൽറ്റ വി ബൈ ഡെൽറ്റ ടി എന്നാണ് അതിന്റെ മീനിങ്. എന്താ ഡെൽറ്റ വി എന്ന് ചോദിച്ചാൽ, സി ഹിയർ ദിസ് ഇസ് യുവർ ഡെൽറ്റ വി. എന്താണ് ഡെൽറ്റ ടി? സി ഹിയർ ദിസ് ഇസ് യുവർ ഡെൽറ്റ ടി. അപ്പൊ ഡെൽറ്റ വി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ആണ്, ദാറ്റ് ഇസ് v2 - v1. ഓക്കെ, ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ ടൈം ആണ്, t2 - t1. ദാറ്റ്സ് എ കേസ് ഫോർ ദി ആക്സലറേഷൻ. അപ്പം ആക്സലറേഷൻ 0 അല്ലാത്ത മോഷൻ ആണ് ഏത് മോഷൻ? നോൺ യൂണിഫോം മോഷൻ എന്ന് വിളിക്കാം. അപ്പം if the velocity of the body decreases, then it is called negative acceleration. മറക്കരുത്, അതാണ് വെലോസിറ്റി കുറയുകയാണെങ്കിൽ നെഗറ്റീവ് അതിനെ വിളിക്കേണ്ട പേര് റിട്ടാർഡേഷൻ. ഓക്കെ, അപ്പം നെഗറ്റീവ് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു എന്താണ്? റിട്ടാർഡേഷൻ. അതൊരു പ്രയോഗമാണ്. കാരണം നിങ്ങൾ ഒരു കാർ ഓടിച്ചുകൊണ്ടിരിക്കുന്നു,
ഓക്കെ, നിങ്ങളൊരു കാർ ഓടിക്കുന്ന ആള് പെട്ടെന്ന് എന്ത് ചെയ്തു, ബ്രേക്ക് ചെയ്തു, നിങ്ങളുടെ കാറ് നിങ്ങൾ നിർത്തുവാണ്. ഓക്കെ, അപ്പൊ കാറ് നിർത്തുന്ന സമയത്ത് നിങ്ങൾ ബ്രേക്ക് ചെയ്ത് നിങ്ങളുടെ വാഹനത്തിന്റെ എന്ത് സ്പീഡ് കുറയ്ക്കുകയാണല്ലോ. അങ്ങനെ സ്പീഡ് കുറയ്ക്കുകയാണെങ്കിൽ നിങ്ങൾ അതിന് പറയുന്ന പേരാണ് റിട്ടാർഡേഷൻ. അതേസമയം നിർത്തിയിട്ട നിങ്ങളുടെ കാറ് നിങ്ങൾ ഓടിച്ചു പോവുകയാണ്, അതിൽ നിങ്ങൾ ഇടയ്ക്ക് വെച്ച് നിങ്ങൾ സ്പീഡ് കൂട്ടിക്കൊണ്ടേയിരിക്കുവാണ്, അതിന് വിളിക്കുന്ന പേരാണ് ആക്സലറേഷൻ. ഇനി ബൈക്കോ അല്ലെങ്കിൽ സ്കൂട്ടറോ അല്ലെങ്കിൽ ഏതെങ്കിലും ഇത്തരത്തിലുള്ള വാഹനങ്ങൾ ഓടിക്കാൻ അറിയുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് കാണാം ബൈക്കിന്റെ മുകളിൽ സ്കൂട്ടറിന്റെ മുകളിൽ ഒരു സാധനം നമ്മൾ ഇങ്ങനെ പിടിച്ചിരിക്കും. കാറിലാണെങ്കിൽ കാലിലൂടെ നമ്മൾ സാധനം ഇങ്ങനെ അമർത്തി കളിക്കും. അവിടെ ആക്സലറേറ്റ് ചെയ്യാൻ നമ്മൾ പറയുക എന്ന് പറഞ്ഞാൽ സ്പീഡ് കൂട്ടുകയാണ്. അപ്പം റിട്ടാർഡേഷൻ സ്പീഡ് കുറയ്ക്കാൻ നമ്മൾ എന്ത് ചെയ്യും, അത് ഒഴിവാക്കിയിടും. റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ സ്പീഡ് കുറയുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ ആ ഒരു കുറയ്ക്കലാണ് ശരിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന റിട്ടാർഡേഷൻ. അതായത് രണ്ടിൻ്റെയും മാഗ്നിറ്റ്യൂഡുകൾ നമ്മൾ നോക്കുമ്പോൾ സെയിം ആയിരിക്കും, പക്ഷെ ബൈ സൈൻ അത് ഓപ്പോസിറ്റ് ആണ്, മറക്കരുത്. ഓക്കെ, ഇനി ഇൻ യൂണിഫോം മോഷൻ ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് ഈസ് വേരിയബിൾ. കാരണം അറിയാലോ, ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ചേഞ്ച് ഇൻ ടൈം ആണ് ആക്സലറേഷൻ. അപ്പൊ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്സലറേഷൻ ഇൻറ്റു ചേഞ്ച് ഇൻ ടൈം ആണ്. അപ്പൊ വെലോസിറ്റി എന്തായിരിക്കും, ഒരു വേരിയബിൾ ആയിരിക്കും, ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ഇതാണ് നിങ്ങൾക്ക് നോൺ യൂണിഫോം മോഷനെ പറ്റിയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇനി നമുക്ക് എന്ത് നോക്കാം, അടുത്ത കേസ് നോക്കാം. ആക്സലറേഷൻ. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് സ്പീഡ് എന്താന്ന് ചോദിച്ചു, വെലോസിറ്റി എന്താന്ന് ചോദിച്ചു. അപ്പൊ സ്പീഡ് എന്താന്ന് പറഞ്ഞതുപോലെ തന്നെ വെലോസിറ്റി എന്താന്ന് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ചോദിക്കാൻ പോകുന്ന അടുത്ത ചോദ്യമാണ് വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ആക്സിലറേഷൻ. ഓക്കെ, അപ്പം വളരെ സിമ്പിൾ ആണ്. എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഈസ് കോൾഡ് ആക്സിലറേഷൻ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ബോഡിയെ സംബന്ധിച്ച് ആ ബോഡിയുടെ എന്താണ് ഒരു കേസ് എടുക്കുവാണ്. ആ ബോഡി ഇതാണ്, ആ ബോഡി അയാള് u വെലോസിറ്റിയിൽ ട്രാവൽ ചെയ്തു. ഓക്കെ, കുറച്ച് കഴിഞ്ഞപ്പം ആ ബോഡിയുടെ വെലോസിറ്റി എന്തായിട്ട് v ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇത് ചെയ്തിരിക്കുന്നത് t ടൈം കൊണ്ടാണ്. ഓക്കെ, അപ്പൊ എത്രയാണ് ആക്സലറേഷൻ? അപ്പൊ കുട്ടി എഴുതി ആക്സലറേഷൻ a is equal to ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ബൈ ടൈം. സി, ദാറ്റ്സ് ഓൾ. അതായത് ഇതിനെയാണ്, ഈ ഒരു ഇക്വേഷനെയാണ് നമ്മൾ നേരത്തെ a is equal to ഡെൽറ്റ v ബൈ ഡെൽറ്റ ടി അല്ലെങ്കിൽ dv ബൈ dt എന്ന് നമ്മൾ എഴുതിയത്. മനസ്സിലായോ? അപ്പൊ a എന്ന് പറഞ്ഞാൽ എന്താണ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ആണ് ആക്സലറേഷൻ. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫൈനൽ വെലോസിറ്റി മൈനസ് ഇനീഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം. ഇതിന്റെ ഉത്തരം നെഗറ്റീവ് ആവുകയാണെങ്കിൽ മോഷൻ ഈസ് റിട്ടാർഡേഷൻ, ഉത്തരം പോസിറ്റീവ് ആവാണ് ആക്സലറേഷൻ. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഈ കാണുന്ന ഇക്വേഷൻ ഒരു നെഗറ്റീവ് ഉത്തരം കിട്ടണമെങ്കിൽ v ആണോ വലുതാവേണ്ടത്, u ആണോ വലുതാവേണ്ടത്? u ആണ്. ഇനീഷ്യൽ വെലോസിറ്റി വളരെ വലുതാണ് ഫൈനലിനേക്കാളും എങ്കിൽ ഉത്തരം നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ അത് റിട്ടാർഡേഷൻ ആണ്. വാഹനം എന്ത് ചെയ്തു, സ്റ്റോപ്പ് ചെയ്യാണ് ചെയ്തത്. ഇനി അത് പോസിറ്റീവ് ആണെങ്കിൽ വാഹനത്തിന്റെ സ്പീഡ് കൂടിക്കൊണ്ടേയിരിക്കുവാണെന്നും മനസ്സിലാക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ഒരു കൺസെപ്റ്റ്. ഇനി യൂണിഫോം ആക്സലറേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആക്സലറേഷൻ റിമെയിൻസ് കോൺസ്റ്റന്റ്. യൂണിഫോം എന്ന് പറയുമ്പോൾ ഇനി കൂടുതൽ ഞാൻ പറയുന്നില്ല, കാരണം ഇനി അതിന്റെ അർത്ഥമൊക്കെ എന്നേക്കാൾ നന്നായിട്ട് നിങ്ങൾക്ക് വളരെ മനോഹരമായിട്ട് അറിയാം. യൂണിഫോം ആക്സലറേഷൻ ഈസ് കോൺസ്റ്റന്റ് ത്രൂ ഔട്ട്. ഓക്കെ എന്ന് പറയും. ഇനി നോൺ യൂണിഫോം ആക്സലറേഷൻ എന്താണ്, ഇതിന്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും എന്ത് ചെയ്യുന്നു, മാറിക്കൊണ്ടേയിരിക്കുന്നു. ആരുടെ? ആക്സലറേഷന്റെ, അല്ലേ? അപ്പം യൂണിഫോം വെലോസിറ്റി എന്താ മനസ്സിലായി, അപ്പൊ യൂണിഫോം ആക്സലറേഷൻ മനസ്സിലായി. കാരണം എന്താ, രണ്ടിനകത്തും ചില കാര്യങ്ങൾ സിമിലർ ആണ്, വാക്കുകൾ മാത്രം മാറി എന്ന് മനസ്സിലാക്കുക. അപ്പം യൂണിഫോം വെലോസിറ്റി ആണെങ്കിൽ എന്ത് മനസ്സിലാക്കി, അതിന്റെ എന്താണ് ചേഞ്ച്, അല്ലേ? അതായത് ഒരേ വെലോസിറ്റിയിൽ ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവെൽസ് ഓഫ് ടൈം എന്ന് പറയുമ്പോൾ അത് എന്താണ്, യൂണിഫോം വെലോസിറ്റി എന്നുള്ള എന്താണ് കൺസെപ്റ്റിലേക്ക് വരും. അതുപോലെ തന്നെയാണ് ആക്സലറേഷനും. അതുകൊണ്ട് ഈ സെന്റൻസുകളെല്ലാം നിങ്ങളുടെ ബോർഡ് പരീക്ഷയ്ക്ക് വളരെ അത്യാവശ്യമുള്ളതാണ്. അതുകൊണ്ട് ഈ സെന്റൻസുകളൊന്നും മിസ്സാക്കരുത്, എല്ലാം നന്നായിട്ട് വായിച്ച് പഠിക്കണം. ഇതേ സെന്റൻസുകൾ ഇതേ ഗ്രാമറിൽ നിങ്ങൾ അതിമനോഹരമായിട്ട് എഴുതി കൊടുക്കണം. നമുക്ക് മുഴുവൻ മാർക്കും നമുക്ക് വാങ്ങിക്കാനുള്ളതാണ് ഫിസിക്സിനകത്ത്, കേട്ടോ. അപ്പൊ ഇതാണ് നോൺ യൂണിഫോം ആക്സലറേഷൻ എന്ന് വിളിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് അടുത്തത് എന്താ നമുക്ക് നോക്കിയേക്കാം. So average acceleration
ഓക്കെ, ഇൻസ്റ്റന്റാനിയസ് ആക്സിലറേഷൻ. അപ്പം നമ്മൾ നേരത്തെ പറയുന്ന വേർഡ്സ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യാണ്. എന്താണ് ആവറേജ് ആക്സിലറേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സി ഹിയർ ആവറേജ് മീൻസ് നമ്മൾ അത് എടുക്കുന്ന ടൈം അല്ലേ, അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് വെലോസിറ്റി എന്ന് വേണേൽ നമുക്ക് പറയാം. അതായത് നേരത്തെ ഞാൻ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ എ ഇസ് ഈക്വൽ ടു എന്താണ്, v മൈനസ് യു ബൈ ടി എന്ന് പറയുന്ന ഇക്വേഷൻ ആണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. ഇനി ഇൻസ്റ്റന്റേനിയസ് ആയിരിക്കുമ്പം നമ്മൾ പറഞ്ഞ എന്താണ്, ഈ ഇൻസ്റ്റന്റേനിയസ് എന്ന വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു സ്പെസിഫിക് ടൈമിലുള്ള എന്ത് കിട്ടാൻ വേണ്ടിയാണ്, ആക്സലറേഷൻ കിട്ടാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് വെലോസിറ്റി ആണെങ്കിലും ഒരു സ്പെസിഫിക് ടൈമിലെ വെലോസിറ്റിയാണ് വേണ്ടതെങ്കിലും നമ്മൾ ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എടുക്കുക. അതുകൊണ്ട് നമ്മൾ ഈ പ്രയോഗം ഇവിടെ ഇത് ഇങ്ങനെയല്ല, ഇങ്ങനെയാണ് ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ എന്ന് എഴുതണം കേട്ടോ. ഓക്കെ, ഇതിന്റെ കൺസെപ്റ്റ് ഞാൻ പറഞ്ഞു തരാം. അതായത് ആക്സലറേഷൻ എന്ന് പറയുന്നതിനെ ഞാൻ എന്തെഴുതി, അല്ലെങ്കിൽ വെലോസിറ്റിയെ ഞാൻ എന്ത് ചെയ്തു, ഡി ആർ ബൈ ഡി ടി എന്ന് എഴുതി, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊസിഷൻ. അങ്ങനെയെങ്കിൽ ആക്സലറേഷന് ഞാൻ എന്തെഴുതും, ഡി വി ബൈ ഡി ടി എന്ന് എഴുതും. ഇനി ഇവിടെ വിക്ക് പകരം നിങ്ങൾ എന്തിട്ട് കൊടുക്കുക, ഡി ആർ ബൈ ഡി ടി ഇട്ട് കൊടുത്തേക്കുക, ഡി ആർ ബൈ ഡി ടി. അപ്പൊ എന്ത് കിട്ടും നിങ്ങൾക്ക് ആൻസർ, ഡി സ്ക്വയർ ആർ ബൈ ഡി ടി സ്ക്വയർ. കണ്ടല്ലോ, ദിസ് ഈസ് യുവർ ആക്സലറേഷൻ. അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നാളെ ആക്സലറേഷൻ ഒരു വേരിയബിൾ ആയിട്ടാണ് നിങ്ങളുടെ മുന്നിലേക്ക് തരുന്നതെങ്കിൽ അത് കണ്ടെത്തണമെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, വേരിയബിൾ ആണ് ക്വാണ്ടിറ്റി എങ്കിൽ കാൽക്കുലസ് ഇല്ലാണ്ട് മുന്നോട്ട് പോവില്ല. അപ്പൊ ഇത് പ്രോബ്ലം സോൾവിങ്ങിലും അതുപോലെ തന്നെ നമ്മുടെ ഇനി വരാൻ പോകുന്ന അപ്കമിങ് നിങ്ങൾ എഴുതാൻ പോകുന്ന നീറ്റ്, JEE അങ്ങനെ പറഞ്ഞ ഇഷ്ടം പോലെ എക്സാമ്പിൾ നിങ്ങൾ എഴുതുന്നുണ്ട്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരിടത്ത് നിങ്ങളുടെ ഭാവി സുരക്ഷിതമാണ് ആ ഒരു മേഖല തിരിയുമ്പോൾ. അപ്പോൾ അവിടെയൊക്കെ നമ്മൾക്ക് ഇത്തരത്തിലുണ്ടാവുന്ന കാൽക്കുലസ് ബേസ്ഡ് കൺസെപ്റ്റുകൾ പഠിക്കേണ്ടി വരും. അപ്പം തൽക്കാലം ബോർഡ് പരീക്ഷകൾക്ക് അത്തരം അത്യാവശ്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളിത് പഠിക്കണമെന്ന് നിർബന്ധം ഞാൻ പറയുന്നില്ല. പക്ഷെ പഠിച്ചിരുന്നാൽ വളരെ നല്ലത്. കാരണം എന്തായാലും നമ്മൾ എന്ത് ചെയ്യണം, ഇന്നല്ലെങ്കിൽ നാളെ ഇത് പഠിക്കേണ്ടി വരും. അപ്പം പിന്നെ നേരത്തെ തന്നെ അത് അങ്ങ് ഒന്ന് കഷ്ടപ്പെട്ട് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ അങ്ങ് തീർന്നു. നാളേക്ക് നമ്മൾ നീട്ടിക്കൊണ്ടു പോകുന്നവർ നമ്മൾ കൂടുതൽ മടിയന്മാരായിക്കൊണ്ടിരിക്കും. അപ്പം അതിന് വേണ്ട, ആ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യേണ്ടി വരുന്ന സമയത്താണ് ഇതിൻ്റെയൊക്കെ യൂസേജ് നമ്മൾ ശരിക്കും മനസ്സിലാവുക. അപ്പം അതുവരെ നിങ്ങളുടെ പബ്ലിക് എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണോ ഇൻസ്റ്റന്റാനിയസ് ആക്സിലറേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം കൊടുക്കുക. എന്താണ്, ഇറ്റ് ഈസ് ദ ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ അറ്റ് എ പർട്ടിക്കുലർ ഇൻസ്റ്റന്റ് ഓഫ് ടൈം. ആ ആക്സിലറേഷൻ അങ്ങോട്ട് വെട്ടിയിട്ട് വെലോസിറ്റി ആക്കിയാൽ ഇൻസ്റ്റന്റ് വെലോസിറ്റി ആയി. വെരി ഈസി. സോ ഈ കാണിച്ചിരിക്കുന്ന രണ്ട് കേസുകൾ കണ്ടോ, സെക്കൻഡ് ഡെറിവേറ്റീവ് ഓഫ് പൊസിഷൻ വെക്ടർ കോൾഡ് ഇൻസ്റ്റന്റാനിയസ് ആക്സിലറേഷൻ. സി കണ്ടല്ലോ. അപ്പൊ ഇതാണ് നിങ്ങൾ ഇതിനെ പറ്റിയിട്ട് മനസ്സിലാക്കേണ്ടത്. Now let us see what is there now. So that's the end of this session.